തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം വൈകുന്നതിനിടെ ദേശീയ നേതാക്കളെ പാണക്കാട്ടെത്തിച്ച് PV അൻവർ. തൃണമൂൽ നേതാക്കളായ ഡെറിക് ഒബ്രയനും മഹുവ മൊയ്ത്രയും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. നേതാക്കൾ പാണക്കാട്ട് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ദേശീയ രാഷ്ട്രീയം ചർച്ചയായെന്നും PV അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ MP-മാർ അവർ കേരളത്തിൽ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇവിടെ വന്നു. പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. കുറേ സംസാരിച്ച് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഫ്രണ്ട്ലി വിസിറ്റ്. അല്ല, ഇന്ത്യ അലയൻസ് ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗം തന്നെയാണ്. പിന്നെ ഇപ്പോൾ UDF ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. പാർലമെൻറ്റ് മെമ്പർ ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് ആയാലും PV അബ്ദുൽ വഹാബ് MP ആയാലും ഇവരൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പുള്ളതാണ്. അപ്പോൾ പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, നമുക്കവിടെ പോകണമെന്ന് അവരാവശ്യപ്പെട്ടതാണ്. ആ രീതിയിൽ വന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. മുഹമ്മദ് ഷംസീർ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. ഷംസീർ, തങ്ങളും അൻവറും ഒക്കെ പറയുന്നത് പോലെ ഒരു ഫ്രണ്ട്ലി വിസിറ്റോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം ചർച്ചയായിരുന്നതിനൊക്കെ അപ്പുറത്ത് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം വേഗത്തിലാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇൻ ഹൗസ് അവിടെ നടന്നു എന്ന് കരുതുന്നുണ്ടോ? അതിൽ ലീഗ് എന്തെങ്കിലും തരത്തിലുള്ളൊരു മധ്യസ്ഥമോ ഇടപെടലോ നടത്തും എന്ന പ്രതീക്ഷയ്ക്കും ആക്കം കൂടുന്നുണ്ടോ ഈ സന്ദർശനത്തിന് ശേഷം? സൈഫു, സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അറിയാം. അനുഭാവപൂർവമായ ഒരു സമീപനവും അങ്ങനെയുള്ള ഒരു പ്രതികരണവുമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയത്. അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. ഡെറിക് ഒബ്രിയനും മഹുവ മൊയ്ത്രയും ഒപ്പം PV അൻവറും ഈ പാണക്കാട് എത്തിയിരുന്നു. അരമണിക്കൂറിലേറെ സാദിഖ് അലി തങ്ങളുമായി ഇവർ സംസാരിച്ചു. അബ്ബാസ് അലി തങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഈ സന്ദർശനത്തിന് ശേഷം സാദിഖ് അലി തങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ തൃണമൂൽ കോൺഗ്രസ് എന്നും ഇന്ന് നടന്നത് സൗഹാർദ്ദപൂർവമായ ചർച്ച മാത്രമാണെന്നും അതേസമയം തന്നെ UDF മുന്നണി പ്രവേശം അത് UDF ചർച്ച ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ തന്നെ PV അൻവർ UDF പ്രവേശനത്തിന് വേണ്ടി കത്ത് കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഈ UDF പ്രവേശനം വൈകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ മുഖമായ നേതാക്കൾ തന്നെ പാണക്കാട്ടേക്ക് നേരിട്ടെത്തി UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായി മുസ്ലിം ലീഗിന്റെ നേതാക്കളെ കാണുന്നതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂട്ടുന്നുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വേരുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി കൂടിയാണ്, അല്ലെങ്കിൽ തങ്ങളെ ശക്തി കാണിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി കൂടിയാണ് ഈ നേതാക്കൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. നാളെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ നേതാക്കൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പാണക്കാട് എത്തി സാദിഖ് അലി തങ്ങളെ കാണുന്നു. നേരെ അവർ പോയിരിക്കുന്നത് തളി ക്ഷേത്രത്തിലേക്കാണ്. സാമൂതിരി കുടുംബവുമായി അവർ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കാണുന്നുണ്ട്. താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാലിനെ കാണുന്നു. അപ്പോൾ സാമുദായിക നേതാക്കളെയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ ശക്തി കാണിക്കാനും ഒപ്പം തന്നെ തങ്ങളുടെ മുന്നണി പ്രവേശനം വേഗത്തിലാക്കാനുമുള്ള പല തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടി വേണം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചകളെ കാണാൻ. സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം ചർച്ചയായി എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം അടച്ചിട്ട മുറിയിൽ അല്പനേരം അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും മുന്നണി പ്രവേശ കാര്യങ്ങളൊക്കെ ചർച്ചയായിരിക്കേണ്ടതാണ്. അതായത് നാളെയാണ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട്. PV അൻവർ തൃണമൂൽ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ ചില സംസ്ഥാന നേതാക്കൾ പരാതിപ്പെടുകയും ദേശീയ നേതൃത്വം ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ദേശീയ നേതാക്കളെ തന്നെ PV അൻവർ സംസ്ഥാനത്ത് എത്തിക്കുകയും ഒരു സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടത്തുകയും ചെയ്യുന്നത്. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി അത് കൂട്ടാൻ വേണ്ടി തന്നെയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. വരും മാസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മമതാ ബാനർജിയെ കൂടി കോഴിക്കോട് ബീച്ചിലെത്തിച്ച് വലിയൊരു പരിപാടി സംഘടിപ്പിക്കും എന്നുകൂടി PV അൻവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതുവഴി UDF പ്രവേശനം കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി PV അൻവർ നടത്തി വരികയാണ്. മുഹമ്മദ് ഷംസീറാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.